നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഈശ്വര വിശ്വാസമില്ലാത്തതുകൊണ്ട് അങ്ങയ്ക്ക് മഹാദേവന്റെ ശക്തി മഹാത്മ്യത്തെക്കുറിച്ച് അറിയാൻ കഴിയില്ല. അങ്ങയുടെ രാശിചക്രങ്ങളൊക്കെ ഉത്തമ നിലയിൽ നിൽക്കുന്നതുകൊണ്ട് തൽക്കാലം ആപത്തുകളൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാലം അല്പമൊന്ന് മാറിയാൽ മതി രാശിചക്രങ്ങൾ മാറാനും ശിവകോപത്താൽ എല്ലാം ബന്ധൊടുങ്ങാനും. ദയവായി അറിഞ്ഞുകൊണ്ട് അങ്ങനൊരു സാഹചര്യം സൃഷ്ടിക്കരുത്. എന്നുവെച്ചാൽ അങ്ങ് ക്ഷേത്രത്തിൽ പോകണമെന്നോ ഭഗവാനെ വന്ദിക്കണമെന്നോ ഞങ്ങൾ പറയുന്നില്ല. ക്ഷേത്രം തുറന്ന് ആരാധന നടത്താൻ സമ്മതിച്ചാൽ മാത്രം മതി. ക്ഷേത്രത്തിൽ അങ്ങ് കരുതും പോലുള്ള വരുമാനമൊന്നുമില്ല. എന്നാൽ ഇനിയുള്ള കാലം ക്ഷേത്ര വരുമാനത്തിന്റെ പകുതി ഭാഗം അങ്ങേക്ക് വീതിച്ചു നൽകാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കാം. ഓ, ഏതോ നാട്ടിൽ നിന്ന് തെണ്ടിത്തിരിഞ്ഞു വന്ന വന്നോട്ട് ജന്തുക്കൾ കരപ്രമാണിയായ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. നടക്കില്ല. ക്ഷേത്രം തുറക്കാൻ ഞാൻ ഒരുത്തനെ അനുവദിക്കില്ല. അങ്ങനെ ഒരു വാശി വേണോ? ഒരല്പം കൂടി പക്വത കാണിച്ചുകൂടെ? അങ്ങ് ശരിക്കും ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. വേണ്ട, നമുക്ക് മറ്റൊന്നും ആലോചിക്കാനില്ല. നമുക്ക് മാത്രം അവകാശപ്പെട്ട ക്ഷേത്രം സാക്ഷാൽ മഹാരാജാവ് എന്ന് കൽപ്പിച്ചാൽ പോലും തുറക്കാൻ അനുവദിക്കില്ല. മേലിൽ നീയൊക്കെ ഇതിന്റെ പേരിൽ ഈ പടി ചവിട്ടി പോകരുത്. അഥവാ ക്ഷേത്രം ആരെങ്കിലും തുറന്നാൽ? തുറക്കുന്നവന്റെ തല വെട്ടിയെടുത്ത് ശ്രീകോവിലൊരിക്കുന്ന ആ കല്ലുണ്ടല്ലോ, അതിൽ ധാര കോരിയിരിക്കും ഞാൻ. രക്തധാര. നിർത്തൂ. ക്ഷേത്രം ഞങ്ങൾ തുറന്നിരിക്കും. പൂജയും വഴിപാടുകളും പുനരാരംഭിച്ചിരിക്കും. ദൈവത്തെ വെറും കല്ലായി കാണുന്ന കരിങ്കല്ലിന്റെ മനസ്സായി നിങ്ങൾക്ക് തടയാമെങ്കിൽ തടഞ്ഞു. എന്റെ ഗൃഹത്തിൽ വന്ന് എന്നെ വെല്ലുവിളിക്കുന്നു. കടക്ക് പുറത്ത് വാ. ഇല്ല, അനുവദിക്കില്ല. എന്റെ കൊക്കിൽ ശ്വാസമുണ്ടെങ്കിൽ അനുവദിക്കില്ല നാം. ശംഭോ മഹാദേവ. ഇതാ തുറന്നോളൂ. നിർത്തുക. എന്തിനുള്ള പുറപ്പാടാ? കണ്ടില്ലേ ക്ഷേത്രം തുറക്കാൻ? എന്റെ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ ഈ ക്ഷേത്രം തുറക്കില്ല. നമുക്ക് നോക്കാം. തുറക്കണം പൂജാരി. അരുത്. വെട്ടി വീഴ്ത്തണ എല്ലാ പരീക്ഷകളെയും. മേലിൽ ഇത്തരം ദ്രോഹപ്രവൃത്തികൾ ചെയ്യരുത്. ഇല്ല, ഞാൻ ഇനി ആവർത്തിക്കില്ല. പൊയ്ക്കോളൂ. പോകാൻ. പോവാൻ. ഞാൻ പോയിക്കോളാം.
ഇനി ബ്രഹ്മാചലത്തിന്റെ കൂട്ടരുടെ ഉപദ്രവം ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് പൂജാരി ക്ഷേത്രനട തുറന്ന് പൂജാതി കർമ്മങ്ങൾ ആരംഭിച്ചോളൂ. നിങ്ങൾ ഈ ദേശത്തെ രക്ഷിച്ചു. നന്ദിയുണ്ട് കുട്ടികളെ. യുദ്ധമുറകൾ അഭ്യസിച്ച ചുണക്കുട്ടികളാണല്ലോ നിങ്ങൾ. നിങ്ങൾ ആരാണ്? മഹേന്ദ്രപുരിയിൽ നിങ്ങൾ എന്ത് സ്ഥാനമാണ് വഹിക്കുന്നത്? പറയൂ. അതൊക്കെ വഴിയേ പറയാം. എല്ലാം മഹാദേവന്റെ അനുഗ്രഹമായി കണ്ട് പ്രാർത്ഥിച്ചോളി. പൂജാരി, ഓ, ഇനി ക്ഷേത്രം തുറക്കൂ. വരൂ. ശംഭോ മഹാദേവ. നോക്കി, നോക്കൂ. ഞാൻ ഇടയ്ക്കിടെ സ്വപ്നം കാണാറുള്ള ആ സുന്ദരി, അവൾ, അതേ രൂപം, അതേ മുഖം, അതേ കണ്ണുകൾ, അതെ, ഇതവൾ തന്നെ. അവൾ കുമാര, അവൾ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണം. അവളെ എനിക്ക് സ്വന്തമാക്കണം. എന്റെ ജീവിത സഖിയാക്കണം കുമാര.